ഹലോ ഗൈസ്, അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ തിരൂർ ഫാമിലിക്കൊക്കെ ഒന്ന് പോകുന്നത്. ഇനിയിപ്പോൾ അതാ കല്യാണത്തിൻ്റെ സീസണാണ്. 3 കല്യാണങ്ങളൊക്കെ ഉണ്ട്. എനിക്കവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ 2 കല്യാണം, പിന്നെ ഇവിടെ എൻ്റെ വീട്ടിൽ ഫാമിലിയിൽ ഒരു കല്യാണമുണ്ട്. അപ്പോൾ ഉമ്മാക്ക് അതിന് വേണ്ടിയിട്ട് സാരി ഉണ്ട്. അപ്പോൾ അതിന് ബ്ലൗസ് വിത്ത് ബ്ലൗസൊന്നുമില്ല, അപ്പം പ്ലെയിന് ബ്ലൗസ് പീസ് കട്ട് ചെയ്തിട്ട് വാങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ മാക്സി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണമെന്നുണ്ട്. അങ്ങനെ ഇത് കോട്ടണിൽ വെച്ച് നോക്കണം. കോട്ടണിൽ സെയിം കളർ കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വേറെ മെറ്റീരിയൽ എടുത്ത് അതിൽ നിന്ന് കിട്ടിയിട്ടോ. ആ ഒരു ടൈപ്പ് കളർ തന്നെ കിട്ടി, സെയിം തന്നെ കിട്ടി. പിന്നെ അത് കോട്ടൺ അല്ല, അപ്പോൾ അതിന് ലൈനിങ് വെക്കേണ്ടി വരും. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കലീസ് പോകണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ നല്ല മഴ ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ കലീസ് വേണ്ടെന്ന് വെച്ചു, സബ് കേക്ക് ആക്കിയിട്ടാ. അങ്ങനെ സബ് കേക്കിൽ പോയി ഇതാ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. കുറേ വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടിയത്. താഴെയും മേലെയും ഒക്കെ ഫുള്ള് ഫാമിലി വന്നിട്ട്. ഇന്ന് ശനി ഞായറൊന്നുമില്ല, എന്നാലും എന്താ അത്ര തിരക്കുന്നത് ഞാനും അനിയത്തി ഇങ്ങനെ ആലോചിച്ചിട്ടാണ്. പിന്നെ ഞങ്ങളിതാ കുറച്ച് നേരം പിന്നെയും വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇതാ സീറ്റ് കിട്ടി. ഞങ്ങൾ പിന്നെ ബിരിയാണിയും ചില്ലി ചിക്കനും, ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ, ചില്ലി ചിക്കൻ അല്ല ചിക്കൻ ഫ്രൈയും, പിന്നെ ലാസ്റ്റ് ഒരു ജ്യൂസ് ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. ജ്യൂസ് ഞങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടില്ല, ഇത് പകുതി കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ജ്യൂസ് ഓർഡർ ചെയ്ത്. ഞങ്ങൾ രണ്ടാളും ഫുള്ള് ബിരിയാണിയൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ, പകുതി കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഞങ്ങൾ വീട്ടിലേക്ക് പാർസൽ കൊണ്ടുവരുന്നു കേട്ടോ. അങ്ങനെ ജ്യൂസ് അടിപൊളിയിട്ടാണ്, രക്ഷയുണ്ടായിരുന്നില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല ചുമ ഉണ്ട് കേട്ടോ. അപ്പോൾ ജ്യൂസ് ഫുള്ള് കുടിക്കാൻ പറ്റണില്ല, ആകെ ചുമ ഇളകി പോയിട്ടാണ്. പിന്നെ അനിയത്തിക്ക് കൊടുത്ത് പിന്നെ അതൊക്കെ ഞങ്ങൾ വീട്ടിൽ